Hi all, welcome to Community Cracker. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മാത്സിലെ ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് മാത്സിൽ റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് അല്ലേ. അപ്പൊ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അതേപോലെ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ള ഷോർട്ട് കട്ട് കൂടെ നമുക്ക് നോക്കാം. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ഏരിയ. അത് തന്നെ നമ്മൾ ആദ്യം ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ നോക്കാൻ. അതായത് ഈ റേഷ്യോ ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ പല ഷോർട്ട് കട്ടുകളും നമ്മൾ ചെയ്യുന്നത്. ഈ റേഷ്യോയുടെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഷോർട്ട് കട്ടുകൾ പലതും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ റേഷ്യോ പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു ഏരിയ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്കുകളിലേക്ക് പോകാവൂ. അപ്പോൾ ഒന്ന് നോക്കിയേ, two numbers are in the ratio 3:4. The sum of these two numbers is 35. Find the smallest number. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെ ഞാൻ ഒരു 2-3 രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കാം. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 3:4 ആണ്. ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് 35 കിട്ടും അല്ലെ. എങ്കിൽ സ്മോളസ്റ്റ് നമ്പർ എങ്ങനെ ചെയ്യാം? രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 3:4 അല്ലെ. റേഷ്യോ തന്നിട്ടുണ്ട് 3:4 എന്ന്. ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 35 തന്നേക്കുന്നു. അപ്പൊ ഒരു നമ്പേഴ്സിന്റെ റേഷ്യോ തന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ആ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യണം? 3x 4x. ക്ലിയർ ആണോ? റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പം രണ്ട് നമ്പർ 12 24 ഈ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ എടുക്കാന്ന് വെച്ചാൽ കോമൺ ഉള്ളത് കട്ട് ചെയ്ത് നമ്മൾ അതിനെ ചെറുതാക്കുക അല്ലെ. അപ്പൊ ഇവിടെ 12 24 12 കോമൺ ഉണ്ട്. സോ 12 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 1 ആയി, ഇവിടെ 2 ആയി. ഈ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 1/2 ആണ്. കോമൺ ആയിട്ടുള്ള ഒരു ടേം കൊണ്ടാണ് നമ്മൾ മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തത് അല്ലെ. അതായത് 12 എന്ന് പറഞ്ഞ ഒരു കോമൺ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ആ നമ്പർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ ആ 12 കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ നമ്പർ കിട്ടി. ആ 12 കൊണ്ട് ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ നമ്പറായി 24 കിട്ടി. അതേപോലെ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറഞ്ഞ ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ് ഈ രണ്ട് നമ്പറിനും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ 3 × x ചെയ്താൽ നമ്മുടെ ആ നമ്പറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുക. റേഷ്യോ തന്നിരുന്നാൽ 3:4 എന്നുള്ള റേഷ്യോ തന്നിരുന്നാൽ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 3:4 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ 3x എന്നും എടുത്തോളുക, സെക്കൻഡ് നമ്പർ 4x എന്നും എടുത്തോളുക. ഓക്കെ, എവിടെ റേഷ്യോ കണ്ടാലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ 3x ആണ് ഒരു നമ്പർ, അടുത്ത നമ്പർ 4x ആണ്. അപ്പൊ ഇതിന് നമ്മുടെ നമ്പേഴ്സ് ആണ്. ഇനിയും ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഈ എക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കും അടുത്തത് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, സം ഓഫ് ദീസ് ടു നമ്പേഴ്സ്, ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 35 ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാം. 3x-ഉം 4x-ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 35 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ 3x + 4x 7x. 7x = 35 and x will be equal to 35/7. 5 അല്ലെ. എക്സിന്റെ വാല്യൂ നമുക്ക് 5 കിട്ടി. ഇനി നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. എന്താ? 3 × 5 15 ആണ് ഒരു നമ്പർ. 4 × 5 20 ആണ് ഒരു നമ്പർ. ഓക്കെ, അപ്പൊ രണ്ട് നമ്പർ നമുക്ക് കിട്ടും. ഇനി ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ട, ചോദ്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മളോട് ചോദിക്കുന്നത് സ്മോളസ്റ്റ് നമ്പർ ആണ്. അപ്പം ആദ്യം നമ്മൾ നോക്കാം 3x 4x. ഇതിൽ ചെറുതേതാ? 3x. അപ്പൊ 3 × 5 15. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, രണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സ്മോളസ്റ്റ് നമ്പർ ആണ് ചോദിക്കുന്നത്. സോ 3x ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഇതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഇതിലും പെട്ടെന്ന് ചെയ്യാൻ ഒരു മെത്തേഡ് കൂടെ പറയാം. എന്നാൽ പോലും എല്ലാ ക്വസ്റ്റ്യനും ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് എക്സ് എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് എക്സ് വെച്ച് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന് ഈ പറഞ്ഞ ക്വസ്റ്റ്യന് എക്സിന്റെ ഒന്നും ആവശ്യമില്ല, അതില്ലാതെ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയേ, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 3:4 ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു 3x 4x ആണ് നമ്മുടെ നമ്പേഴ്സ്. അതേപോലെ നമ്മൾ ഇവിടെ എടുക്കണം ഫസ്റ്റ് നമ്പർ 3, സെക്കൻഡ് നമ്പർ 4, അല്ലെങ്കിൽ നമുക്ക് പറയാം 3 യൂണിറ്റ്സ്. നമ്മൾ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം 3:4 ടോട്ടൽ എത്ര? 7 അല്ലെ. അപ്പൊ 7-ൽ 3 ഭാഗം ഫസ്റ്റ് നമ്പർ ആണ്, 7-ൽ 4 ഭാഗം സെക്കൻഡ് നമ്പർ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. 3/7 അല്ലെങ്കിൽ 4/7 എന്നൊക്കെ പറയുന്ന പോലെ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. 3 യൂണിറ്റ്സ് അങ്ങനെ വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ 3 പാർട്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 3 ആണ്, സെക്കൻഡ് നമ്പർ 4 ആണെന്നും മനസ്സിലാക്കുക. ദെൻ
അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞു സം ഓഫ് ദീസ് ടു നമ്പേഴ്സ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തത് 3 ആണ് 4 ആണെന്നല്ലേ. അപ്പൊ ആ സം ഒന്ന് എടുത്തേ. സം ഓഫ് ദീസ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 + 4 7. ഇനി ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് ഈ 7 35 ആണെന്ന്. അപ്പൊ നമ്മൾ പറയണം ഈ 7 35 ആണ് അല്ലെ. ഈ 7 എങ്ങനെ 35 ആകുന്നു അതുപോലെ ഈ നമ്പേഴ്സ് എല്ലാം മാറും. ക്ലിയർ ആണോ? ഈ ഒരു രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് 3 ആണെന്നും 4 ആണെന്നും അസ്യൂം ചെയ്യുക. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്താൽ നമുക്ക് എന്നിട്ട് 7 കിട്ടും. ഈ 7 ആണ് എന്ത്? 35 തന്നിരിക്കുന്നുണ്ട്. സമ്മ് 35 ആണ്. അപ്പൊ 7 എങ്ങനെ 35, അതായത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 35 ആവുന്നത് അത് തന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ നമ്പേഴ്സ് കിട്ടും. അപ്പൊ 7 എങ്ങനെയാ 35 ആവുന്നത്? ഇൻറ്റു 5 ചെയ്താൽ അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് സ്മോളസ്റ്റ് നമ്പറാ. 3 വേണോ 4 വേണോ? ഏതാ? 3 ആണ് അല്ലെ. സോ 3 × 5 50. ഇനി ലാർജസ്റ്റ് നമ്പർ ആണെങ്കിൽ ഇൻറ്റു 5 20. ക്ലിയർ ആണോ? പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞാൽ ഇതേപോലെ വേറെ പലയിടത്തും ഇതേപോലെ റേഷ്യോ തന്നിട്ട് ആ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാനൊക്കെ വരും. അപ്പൊ ഈ ഒരു നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എഴുതണ്ട, ഈ ഒരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? നന്നായിട്ട് മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് there are 450 students. The ratio between boys and girls is 5:4. Find the total number of boys in the school. ഒരു ക്ലാസ്സിൽ 450 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം അല്ലെ. ടോട്ടൽ സ്റ്റുഡൻസ് 450 ആണുള്ളത്. ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ എന്താണ്? 5:4 ആണ്. അപ്പൊ നമുക്ക് പറയാം ബോയ്സ് 5 ആണ്, ഗേൾസ് 4 ആണ്. ടോട്ടൽ എത്ര ഉണ്ട്? 450 ടോട്ടൽ. അപ്പൊ ബോയ്സ് 5 പേരുണ്ട്, ഗേൾസ് 4 പേരുണ്ട്. എങ്കിൽ ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറയാം? 9 ഉണ്ടെന്ന് പറയാം അല്ലെ. ആ 9 ആണ് എന്ത്? ഈ 450. ടോട്ടൽ 450. അപ്പൊ 9 ആണ് 450 എങ്കിൽ നമുക്ക് വേണ്ടത് ബോയ്സ്. അപ്പൊ 5 എങ്ങനെ മാറുന്നു? 9 എങ്ങനെയാ 450 ആവുന്നത്? ഇൻറ്റു 50 അല്ലെ. സോ 5 എങ്ങനെ മാറും? ഇൻറ്റു 50 250. സോ നമ്മുടെ ആൻസർ 250 ബോയ്സ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയും. ഇപ്പം നമ്മളിവിടെ ചെയ്തു. ഇപ്പം 9 45 ആയി, 5 എങ്ങനെ മാറി എന്നുള്ള രീതി നമ്മൾ ചെയ്തു അല്ലെ. അപ്പം ഇവിടെ നമ്മൾ നോക്കി 9 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ 45 വരുന്നത് അത് തന്നെ ഇവിടെ മൾട്ടിപ്ലൈ അല്ലേ. 9 × 5 ചെയ്യുന്നു, അതായത് ഇൻറ്റു 5 ചെയ്താൽ എന്ത് വരും? 25. അപ്പൊ ഇവിടെ ഈ 5 ഇൻ കേസ് അത് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താ? 45നെ 9 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 45 കിട്ടുമെന്ന് ചോദിച്ചാൽ 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. 45 / 9 എന്താണോ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പം ഇൻ കേസ് ഒരു റിലേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ എപ്പോഴും യൂണിറ്റ് പ്ലേസ് ഒക്കെ വെച്ച് ഇച്ചിരി വലിയതാണെങ്കിൽ യൂണിറ്റ് പ്ലേസ് ഒക്കെ വെച്ച് നോക്കണം. ഇനി ഇത് നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനാണെങ്കിൽ ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ 9 45 ആണെങ്കിൽ 5 എങ്ങനെ മാറുന്നു? ഇങ്ങനല്ലേ ചോദ്യം. ഇത്രയേ ഉള്ളൂ. ഇവിടെ പറയുന്നത് 9 യൂണിറ്റ്സ് 45 ആണെങ്കിൽ 5 യൂണിറ്റ്സ് എത്രയാണെന്നാ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ 9 പേനയ്ക്ക് 45 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് എത്ര രൂപയാണ്? ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തത് ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾക്ക് 9നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 45 കിട്ടുമെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ കുറച്ചും കൂടെ വലിയ നമ്പേഴ്സ് ഒക്കെ വരുന്ന കേസിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതൊന്ന് പറഞ്ഞ ഇതെങ്ങനെ ചെയ്യും? നിങ്ങൾ 9 പേനയ്ക്ക് 45 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് എത്ര എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 9 പേനയ്ക്ക് 45 ആണെങ്കിൽ നമ്മൾ പറയും ഒരു പേനയ്ക്ക് എത്രയാണ്? 45/9 അല്ലെ. ഒരു പേനയുടെ വില കിട്ടി. ഇനി ഒരു പേനയുടെ വില 45/9 ആണെങ്കിൽ 5 പെൻസിന്റെ വില എത്ര ആയിരിക്കും? 45/9 × 5. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യാം. ഈ ഒരു ഇടയ്ക്കത്തെ ഈ ഒരു സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. 9 45 ആയാൽ 5 എത്ര ആണ് എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ഇങ്ങനെ ക്രോസ് ആക്കി കഴിഞ്ഞാൽ രണ്ടെണ്ണം ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒന്നല്ല ഉള്ളു. ഈ രണ്ടെണ്ണം ഉള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 45 × 5 ബൈ ഈ ഒരെണ്ണം ഉള്ളത് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണ്? അത് തന്നെയല്ലേ എഴുതിയേക്കുന്നത്. അതായത് ഒന്നുമില്ല 45/9 ഒരെണ്ണത്തിന്റെ ഇൻറ്റു 5 5എണ്ണത്തിന്റെ. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് 9 എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 45 കിട്ടുന്നില്ല എന്ന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ അങ്ങ് ചെയ്തോണം. 45 × 5/9. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കട്ടൊക്കെ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? പറഞ്ഞ മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ratio of number of females to that of male employees in a small company is 2:3. If the number of male employees in the company is 90, then the total number of employees working in the company.
ഫീമെയിൽസിന്റെയും മെയിൽസിന്റെയും റേഷ്യോ 2:3 ആണ്. ഫീമെയിൽസിന്റെയും മെയിൽസിന്റെയും റേഷ്യോ എന്താണ്? 2:3 ആണ്. മെയിൽ എംപ്ലോയീസിന്റെ എണ്ണമാണ് 90 തന്നേക്കുന്നത്. അപ്പൊ മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? 3 യൂണിറ്റ്സ്. 3 യൂണിറ്റ്സ് ആണ് 90 എങ്കിൽ നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ്. ഫീമെയിൽസ് 2 ഉണ്ട്, മെയിൽസ് 3 ഉണ്ട് എങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? 2 + 3 5 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ 3 യൂണിറ്റ്സ് 90 ആണെങ്കിൽ നമുക്കറിയേണ്ടത് ഈ 5 യൂണിറ്റ്സ് എത്ര എന്നാണ്. അതാണ് നമ്മളുടെ ആൻസർ അല്ലെ. 3 എങ്ങനെ 90 ആവുന്നത്? ഇൻറ്റു 30 ചെയ്താൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 5 × 30. ക്ലിയർ ആണോ? 5 × 30 എത്ര വരും? 150. അപ്പൊ ടോട്ടൽ 150 എംപ്ലോയീസ് ആണുള്ളത്. ഇനി ഫീമെയിൽസും കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. 3 90 ആയാൽ 2 എങ്ങനെ മാറുന്നു നമ്മൾ നോക്കും അല്ലെ. സോ ആൻസർ ഓപ്ഷൻ ഡി 150. ക്ലിയർ അല്ലേ? Next question. If 3 numbers are in the ratio 4:3:8, the smallest of these numbers is 42. Find the largest number. നോക്കിയേ, 4:3:8. അപ്പൊ നമ്മൾ പറയും ഫസ്റ്റ് നമ്പർ 4, സെക്കൻഡ് നമ്പർ 3, തേർഡ് നമ്പർ 8. എന്നിട്ട് പറഞ്ഞത് ഈ നമ്പറിലെ ചെറിയ നമ്പർ 42 ആണ്. ഇതിലെ ചെറുത് ഏതാ? 3. അപ്പൊ 342 ആയാൽ പിന്നെന്താ ചെയ്യണ്ടേ? ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് ദിസ് നമ്പർ അല്ലെ. ഈ നമ്പറിലെ ലാർജസ്റ്റ് 8 എങ്ങനെ മാറുന്നു? ക്ലിയർ അല്ലേ? 342 ആയാൽ 8 എങ്ങനെ മാറും? ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 3 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാ 42 കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് 42 ഡിവൈഡ് ബൈ 3 ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ 42നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 14 എന്ന് കിട്ടും അല്ലെ. ഇനിയും ഇൻ കേസ് അങ്ങനെയും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്യണം? 4:3:8. 342 ആയാൽ 8ന്റെ സ്ഥാനത്താണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നോക്കി ഇങ്ങനെ ക്രോസ് ആക്കിയാൽ 2 എണ്ണം ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യാം. 42 × 8/3. ഇവിടെ വരുമ്പോഴും നമ്മൾ ഈ 42 ഡിവൈഡ് ബൈ 3 ആണ് ചെയ്യുന്നത്. അതിനെ ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞത് നമുക്ക് മനസ്സിൽ അങ്ങനെ ചെയ്താൽ അത്രയും. ഈ ഒരു സ്റ്റെപ്പ് എടുത്ത് എഴുതുന്നത് ഒഴിവാക്കി കൂടായോ? 42 ഡിവൈഡ് ബൈ 3 ഏതാണ്? അതായത് 3 ഇൻറ്റു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കിട്ടുന്നില്ല എന്നുള്ള കേസിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 42 ഡിവൈഡ് ബൈ 3 ആലോചിച്ച് നോക്കുക. അല്ല ഇനി നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ഈ 3 വെച്ച് കട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി. ക്ലിയർ ആണല്ലോ? അപ്പം 3 എങ്ങനെയാ 42 ആകുന്നത്? 342 ആകുന്നു എങ്കിൽ 8 എങ്ങനെയാണ് അല്ലെ. 3 എങ്ങനെ 42 ആവുന്നത്? ഇൻറ്റു 14 ചെയ്യുമ്പോൾ. സോ 8നെയും ഇൻറ്റു 14 ചെയ്യുക. 32 11 112 അല്ലെ. സോ ഓപ്ഷൻ ഡി 112. ലാർജസ്റ്റ് നമ്പർ 112 ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An amount of money is to be distributed among P, Q and R in the ratio 3:5:6. If R gets ₹400 more than Q, then what is the difference between P's and Q's share? P is to Q is to R ന്റെ റേഷ്യോ അല്ലെങ്കിൽ എത്രയോ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. ആ എമൗണ്ട് Pനും Qനും Rനും കൂടെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്? 3:5:6 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. നമുക്ക് പറയാം Pക്ക് 3 യൂണിറ്റ്സ് കിട്ടി, Qവിന് 5 യൂണിറ്റ്സ് കിട്ടി, Rന് 6 യൂണിറ്റ്സ് കിട്ടി എന്ന് മനസ്സിലാക്കാം. ഇനി പറയുന്നത് എന്താ? R gets ₹400 more than Q. Rന് Qവിനെക്കാട്ടില് 400 രൂപ കൂടുതൽ കിട്ടി. ഞാൻ പറഞ്ഞല്ലോ എവിടെ ആണെങ്കിലും ഈ ഒരു മോർ എന്ന് പറയുന്നിടത്ത് മനസ്സിലായോ? അതായത് ഇപ്പം A is 2 more than B അല്ലെങ്കിൽ A is 2 less than B. ഇങ്ങനെ മോർ ലെസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ A is 2 more than B എന്ന് വെച്ചാൽ എന്താ? A Bയേക്കാൾ 2 കൂടുതലാണ് എന്നല്ലേ. അതിന്റെ അർത്ഥം ഇവര് തമ്മിൽ എയുടെയും ബിയുടെയും ഡിഫറൻസ് ആണ് 2 അല്ലെ. ഇതിൽ A കൂടുതലായതുകൊണ്ട് A - B = 2 എന്ന് നമുക്ക് പറയാം. ഇനി A is 2 less than B എന്ന് വെച്ചാൽ എന്ത്? അത് തന്നെ എയുടെയും ബിയുടെയും ഡിഫറൻസ് ആണ് 2. അതിൽ ഏതാണോ വലുത് അതേ മൈനസ് ചെറുതെന്നല്ല നമ്മൾ എഴുതത്തുള്ളൂ. A is 2 less എന്ന് പറയുമ്പോൾ A ചെറുതാണെന്ന് അർത്ഥം അല്ലെ. B - A = 2. ഇവിടെ A - B = 2. അതായത് ഇവർ തമ്മിലുള്ള ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇപ്പൊ മോർ എന്നോ ലെസ് എന്നോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഓക്കെ, ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ അത് എവിടെ നമ്മൾ ഈ പല ക്വസ്റ്റ്യനുകളിലും ഇതേപോലെയാണ്. ഇപ്പൊ 2 കിലോമീറ്റർ മോർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ പറയുവാണ് Rന് Qവിനെക്കാട്ടില് ₹400 കൂടുതൽ കിട്ടി എന്ന് വെച്ചാൽ Rന്റെയും Qവിന്റെയും ഡിഫറൻസ് ആണ് 400 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ പറയുവാണ്, നമ്മൾ എക്സിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും ഇത് 6x ആണ്, ഇത് 5x ആണ്, ഇത് 3x ആണ്. അപ്പൊ 6x - 5x എന്ന് പറയും അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ ജസ്റ്റ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. P
പി 3 ആണ്, ക്യൂ 5 ആണ്, R 6 ആണ് എങ്കിൽ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 6 - 5 1 അല്ലെ. ഈ 1 ആണ് എന്ത്? 400. 1 യൂണിറ്റ്സ് അല്ലെ. 6 യൂണിറ്റ്സിന്റെയും 5 യൂണിറ്റ്സിന്റെയും ഡിഫറൻസ് ആയ 1 യൂണിറ്റ്സ് ആണ് 400 എങ്കിൽ നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഷെയർ. പിയുടെയും ക്യൂവിന്റെയും അവരുടെ ഷെയറിന്റെ ഡിഫറൻസ്. P3 യും Q5 അപ്പൊ അവരുടെ ഡിഫറൻസ് എത്ര? 2 അല്ലെ. ഇപ്പൊ 1 400 ആണെങ്കിൽ 2 എങ്ങനെ മാറുന്നു? ക്ലിയർ അല്ലേ? 1 എങ്ങനെ 400 ആവുന്നത്? ഇൻറ്റു 400 ചെയ്യുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. 2 × 400 ദാറ്റ് ഈസ് 800. ക്ലിയർ ആണോ? ഓപ്ഷൻ സി. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. 3:5:6 ഇത് പി, ഇത് ക്യൂ, R. ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് ആറിന് ക്യൂവിനെക്കാട്ടിലും 400 rupees കൂടുതൽ കിട്ടും എന്ന് വെച്ചാൽ ഇവരുടെ ഡിഫറൻസ് ആണ്, അതായത് ഡിഫറൻസ് 1 ആണ് എന്തെന്ന് പറയുന്നത് 400 എങ്കിൽ എന്താ പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ഈ പിയുടെയും ക്യൂവിന്റെയും ഷെയറിന്റെ ഡിഫറൻസ് ആണ് അറിയേണ്ടത്. അപ്പൊ ഇവര് 3 യും 5 ആണെങ്കിൽ ഇവരുടെ ഡിഫറൻസ് 2 അല്ലെ. സോ 1 400 ആയാൽ 2 എങ്ങനെ മാറുന്നു? 800. ക്ലിയർ ആണോ? 800 rupees. നമ്മുടെ ടീം കോമ്പറ്റീവ് ക്രാക്ക് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ സിലബസിലെ ഓരോ ടോപ്പിക്കും അല്ലെ, ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ തന്നെ തുടക്കം മുതൽ തന്നെ നമ്മൾ പഠിച്ചു പോവുക. ഇപ്പൊ മാത്സിന്റെ കേസിൽ പറഞ്ഞാൽ അതിൽ ഓരോ ടോപ്പിക് എടുത്താൽ ഓരോരോ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എല്ലാ ടൈപ്പുകളും നമ്മൾ മനസ്സിലാക്കിയിരുന്നാലാണ് നമുക്ക് എക്സാം നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഉള്ള പഠനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ബോർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കിയേ. A certain sum of money is distributed among A, B and C in the ratio 9:5:7 and in such a way that share of A is 600 less than that of B and C. Calculate the difference between share of A and C. നേരത്തെ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലെ. ഏതോ ഒരു സമ്മ് എക്കും ബിക്കും സിക്കും ആയിട്ട് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തേ? 9:5:7 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. അതായത് എയുടെ ഷെയർ ഇതാണ്, ബിയുടേത് 5 യൂണിറ്റ്സ്, സിയുടേത് 7 യൂണിറ്റ്സ്. പിന്നെ പറയുന്നത് എന്താ? ഷെയർ ഓഫ് എ ഈസ് 600 ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി ആൻഡ് സി. എയുടെ ഷെയർ അതേപോലെ ബി ആൻഡ് സിയുടെ ഷെയറിനെ കാട്ടില് 600 കുറവാണ് എന്ന് വെച്ചാൽ ബിയുടെയും സിയുടെയും എയുടെയും കൂടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 600 കിട്ടും എന്നല്ലേ അതിന്റെ അർത്ഥം? എയുടെ ഷെയർ ബിയുടെയും സിയുടെയും കൂടെ ഷെയറിന്റെ ഷെയറിനെ കാട്ടില് 600 കുറവാണ് എന്ന് പറഞ്ഞാൽ ബിയുടെയും സിയുടെയും കൂടെ ഷെയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ബിയുടെയും സിയുടെയും കൂടെ ഷെയർ എന്ന് പറഞ്ഞാൽ 12. ഈ 12ഉം എയുടെ ഷെയർ 9 അല്ലെ. ഇവരുടെ ഡിഫറൻസ് 12 മൈനസ് വലുതീന്ന് ചെറുത് മൈനസ് ചെയ്തോളൂ. ഓക്കെ, 12 - 9 എത്ര? അത് 3. അപ്പൊ 3 യൂണിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? 600. ക്ലിയർ അല്ലേ? ഇപ്പൊ എക്സ് പറയുവാണെങ്കിൽ 7x + 5x - 9x അല്ലെ. അപ്പൊ ആ എക്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവരുടെ സമ്മ് 12, ഇത് 9, ഇവരുടെ ഡിഫറൻസ് 3. 3 ആണ് 600 എങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? ഷെയർ ഓഫ് എ ആൻഡ് സി. എയുടെയും സിയുടെയും ഷെയർ എയും സിയും എന്താ? എ 9, സി 7. എത്ര അത്? 2 അല്ലെ. 9 7 കൂടെ മൈനസ് ചെയ്താൽ 2 വരും. അപ്പൊ 3 600 ആണെങ്കിൽ 2 എങ്ങനെ മാറുന്നു? ക്ലിയർ അല്ലേ? 3 എങ്ങനെ 600 ആവുന്നത്? ഇൻറ്റു 200. സോ ഇവിടെയും ഇൻറ്റു 200 ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് വരും? 400. ക്ലിയർ ആണോ? സോ ഓപ്ഷൻ ബി 400 rupees. മനസ്സിലായോ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലാണ്, അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നല്ല രീതിയിൽ പഠിച്ചാലേ നമുക്ക് മുന്നോട്ടുള്ള ബാക്കി ടോപ്പിക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഒന്നുകൂടെ നിങ്ങൾ നന്നായിട്ട് കേട്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.